വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. 13.5 വർഷവും അവർ പരസ്പരം പിണങ്ങിയും കലഹിച്ചും ഇടക്കൊക്കെ ഇണങ്ങിയും ജീവിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി അവർക്കിടയിൽ ശാരീരിക ബന്ധമേ ഉണ്ടായിട്ടില്ല. ഉമ്മാൻ്റെ ബെഡിൽ ഉമ്മാൻ്റെ കൂടെ പ്രായമായ ഉമ്മാനെ നോക്കുന്നു എന്ന നിലക്ക് അയാൾ ഉറങ്ങുന്നു, ഭാര്യ തനിച്ചുറങ്ങുന്നു. കഴിഞ്ഞ ദിവസം ഏറെ വിഷമത്തോടെ ഞാൻ കേട്ടൊരു സംഭവമാണിത്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ പൊതുവെ പല വീടുകളിലും പല കുടുംബങ്ങളിലും പല സാഹചര്യങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടാകും. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സന്തോഷവും സുഖവുമൊക്കെ പലരുടേതും പല തോതിൽ പല അളവിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് മനോഹരമായി പരിഹാരം പറയാവുന്ന ഒരു കേസായിരുന്നു. 2 മണിക്കൂർ സംസാരിച്ച് പൂർത്തീകരിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടണ ഒരു ഉത്തരം പറഞ്ഞു, അയാൾക്ക് ചിലതൊക്കെ മനസ്സിലായി എന്ന നിലക്ക് എത്താവുന്നൊരു ഉത്തരമായിരുന്നു. അപ്പോൾ ഞാനവിടെ ഫൈൻഡ് ചെയ്ത, ഞാനവിടെ മനസ്സിലാക്കിയ ഏറ്റവും സുപ്രധാനമായ വിഷയം രണ്ടുപേരും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ രീതിയും ആശയവിനിമയത്തിൻ്റെ രൂപവും ആയിരുന്നു. നമ്മൾ ഒരാൾക്ക് ആപ്പിൾ കൊടുക്കുകയാണ്. ആ ആപ്പിൾ വേണമെങ്കിൽ എടുത്തിട്ട് ഒരൊറ്റ വേണമെങ്കിൽ തിന്നോ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ആപ്പിൾ അവിടെ ഉണ്ട്, എടുത്ത് തിന്നോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആപ്പിൾ വേണമെങ്കിൽ നക്കിക്കോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതേ ആപ്പിൾ നല്ല പീസാക്കിയിട്ട് ഒരു പാത്രത്തിൽ നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് അയാളുടെ അടുത്ത് പോയി അയാളെ പുറത്തുനിന്ന് തട്ടിയും കൊട്ടി ഇരിക്കാൻ പറഞ്ഞ് നിങ്ങൾ കഴിക്കും എന്ന് പറയാം. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനാണ്, ഇതൊക്കെ ശൈലികളാണ്. ഇനിയും ഏറെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഓരോരുത്തരും അവനവൻ്റെ ജീവിതവും പരിസരവും ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ഉദാഹരണങ്ങൾ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് കിട്ടും. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞ് സമയം കളയേണ്ടി വരില്ല. ഇതിൽ നമ്മളെ ഭാര്യയോട് നമ്മൾ ഏത് ശൈലിയാണ്, നമ്മളെ ഭർത്താവിനോട് നമ്മൾ ഏത് ശൈലിയാണ്, നമ്മുടെ മക്കളോട് നമ്മൾ ഏത് ശൈലിയാണ്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് നമ്മൾ ഏത് ശൈലിയാണ്, നമ്മളുടെ തൊഴിലാളികളോട് ഏത് ശൈലിയാണ്, ഇതൊരു പ്രസക്തമായ ചോദ്യവും ചിന്തയുമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമു അദബൽ കലാമി ഖബ്ല അൻ തതഅല്ലമു അൽ ഇൽമ. നിങ്ങൾ ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിശാലതയിലേക്ക് കടന്നു ചെന്ന് അതിന് ഓരോന്നിനെയും പഠിക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ടത് അദബൽ കലാമിയാണ്, സംസാരത്തിൻ്റെ അദബാണ് പഠിക്കേണ്ടത്. ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് രൂപപ്പെടുന്ന അവസ്ഥകൾക്കനുസരിച്ച് ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പറയണ ഞാനും കേൾക്കണ നിങ്ങളൊക്കെ ചില സ്പേസിൽ നമ്മൾ ഭയങ്കര സംഭവമായിരിക്കും, വേറെ ചില സ്പേസിൽ നമുക്ക് വളരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ കുഴപ്പങ്ങളെ ഓരോന്നിനെയും കണ്ടെത്തി ചിട്ടപ്പെടുത്തി കൃത്യതപ്പെടുത്തി പോവുക എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തഅല്ലമു എന്നാ പറഞ്ഞത്, സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം എന്നാണ്. തഅല്ലമു അദബൽ കലാം, സംസാരത്തിൻ്റെ അദബ് നിങ്ങൾ പഠിക്കണം, അല്ലേ? സംസാരത്തിൻ്റെ അദബ് നിങ്ങൾ പഠിക്കണം. പ്രവാചകന്റെ മിമ്പർ ഇതൊക്കെ കണ്ടൊരു മിമ്പറാ. പ്രവാചകൻ ചിലപ്പോൾ അന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സൈന്യത്തിൻ്റെ നായകനെ പോലെ പ്രവാചകൻ സംസാരിക്കും. മുഖം ചുമക്കും, കണ്ണുകളിങ്ങനെ തറച്ചു നോക്കും. സ്വഹാബത്ത് കാണുകയാണ്, ചില വിഷയം സംസാരിക്കുമ്പോൾ ചില തെറ്റുകൾ തിരുത്തുമ്പോൾ പ്രവാചകൻ അങ്ങനെയാണ് പറയാം, ശബ്ദമുയരും. ചിലപ്പോൾ പ്രവാചകൻ പതിയെ പറയും, ചിലപ്പോൾ കണ്ണ് നിറയും, അല്ലേ? നമ്മളൊക്കെ നാട്ടിലെ മിമ്പറുകളിൽ ഒരു ഏട് വെച്ചിട്ട് അങ്ങനെ വായിക്കലാണ്. ഈ പറഞ്ഞ ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവില്ല. ഇബ്നു നബാത്തുൽ മിസ്രി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ എഴുതിയ ഒരു സാധനം അങ്ങനെ പറഞ്ഞു പോകലാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ആളുകൾ വിചാരിക്കാതെ മദീനയിലെ മിമ്പറിൽ മുത്ത് റസൂൽ നടത്തിയ ഖുത്ബയാണെന്നാണ് ചില സാധുക്കളൊക്കെ വിചാരിച്ചു വെക്കുക. വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോകണില്ല. അപ്പോ
ഇത് ഒരു അടിസ്ഥാനമാണ്. ഖുർആൻ പറഞ്ഞു വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയൂ. അപ്പൊ നല്ലത്, ഏത് കാര്യവും നല്ലതായിട്ട് പറയാം, ഏത് നല്ല കാര്യം ചീത്തയായിട്ടും പറയാം അല്ലേ? ഏത് നല്ല കാര്യവും വളരെ മോശമായിട്ടും പറയാം, ഏത് കാര്യവും നമുക്ക് നല്ലതായിട്ടും പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മധുരതരമായൊരു വാക്ക് എന്നുള്ളത് അത് ഒരു ദാനത്തെക്കാളും വലിയ കാര്യമാണെന്ന ഖുറാന്റെ പ്രയോഗം അങ്ങനെയാണ്. വഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. വഖൗലുൻ മഅറൂഫുൻ, ഒരു നല്ല വാക്ക്, ഖൈറും മിൻ സദഖത്തിൻ, സദഖയേക്കാളും നല്ലതാ, ഒരു 10 കോടി കൊടുക്കുന്നതിനേക്കാളും നല്ലതാ. എന്താ 10 കോടിന്റെ പ്രത്യേകത? യത്ബഉഹാ അദാ, ആ കൊടുത്തത് ഇങ്ങനെ പറഞ്ഞ് ഇടങ്ങാറാക്കണേ ആ പൈസ ഉണ്ടല്ലോ, അതിനേക്കാളും നല്ലതാണെന്നാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്താൽ ആ ചെയ്ത കാര്യം പിന്നെ അങ്ങനെ പറയലാണ് അല്ലേ? വീട്ടിൽ മക്കൾക്ക് ചെലവിന് കൊടുക്കുക എന്ന് പറയുന്നത് വാപ്പാന്റെ ഉത്തരവാദിത്താണ്, ആണിന്റെ ഉത്തരവാദിത്താണ്. ജോലിക്ക് പോണ പെണ്ണ് അതിലേക്ക് 1 രൂപ ഇറക്കേണ്ടതില്ല. ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ആണുങ്ങൾ പൊതുവെ അസ്വസ്ഥരായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൗലവി അത് ഉള്ളത് തന്നെയാണ്, പക്ഷെ അതങ്ങനെ പറയണോ? അതൊരു കുടുംബ പ്രശ്നമാവില്ല. കുടുംബ പ്രശ്നമാവില്ല, അത് കുടുംബ പ്രശ്നമാകാൻ പാടില്ല, അത് കുടുംബ പ്രശ്നമാകാൻ പാടില്ല. പെണ്ണിന്റെ സാമ്പത്തികം എന്നത് പെണ്ണിന്റെ അവളുടെ സ്വതന്ത്രാധികാരമുള്ള ഒന്നാണ്. പക്ഷേ ഭർത്താവിനോടുള്ള ബന്ധവും ഭർത്താവിനോടുള്ള സ്നേഹവും ഉത്തരവാദിത്വമൊക്കെ വെച്ച് നോക്കുമ്പോൾ കടക്കാരനായ ഭർത്താവ് കഷ്ടപ്പെടുമ്പോൾ ആ പണത്തിന് അവളെ സംബന്ധിച്ചിടത്തോളം ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവളുടെ സ്വതക്ക, ഏറ്റവും ആദ്യത്തെ സ്വതക്ക ഭർത്താവിന് തന്നെ കൊടുക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഭർത്താവ് സ്വന്തം പൈസയായിട്ട് വിചാരിച്ച് വെക്കണ്ടെന്നേ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും ഉള്ളൊരു വിഷയമാണ്. ഒരു കാര്യം നമ്മൾ ചെയ്തതിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ ഒരു തരം അസ്വസ്ഥത ആ വ്യക്തി അനുഭവിക്കേണ്ടി വരും. അത് വീട്ടിലാണെങ്കിലും വീട്ടിൻ്റെ പുറത്താണെങ്കിലും ഒക്കെ. ഞാനിങ്ങനെ എനിക്ക് ചെയ്തെന്നല്ലേ, ഒരാളുടെ അടുത്തുനിന്നൊരു സാധനം ഒരാൾ വാങ്ങണത് തന്നെ ഏറെ വിഷമത്തോടെയാണ്, ഭയങ്കര പ്രയാസത്തോടെയാണ്. എന്നിട്ട് ആ വാങ്ങണത് പിന്നെ എടുത്ത് പിന്നെയും പറയാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും സംസാരം എന്നത് ഈ രംഗത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഖുറാന്റെ പ്രയോഗം വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, പെണ്ണിനോട് നിങ്ങൾ മാന്യമായി പെരുമാറണം, പെണ്ണിനോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. വിശുദ്ധ ഖുറാന്റെ കൃത്യമായ പ്രയോഗമാണ്. ഈ പറയണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് കേവലമായി പറയുകയും പിന്നീട് സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാതിരിക്കുകയും ചെയ്ത ആളാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു രംഗമുണ്ട്. എന്താ? ആയിഷ ബീവിനോട് പറയാം, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് പ്രവാചകൻ പറഞ്ഞു, ഇന്നി ലഅലമു ഇൻ കുൻതി അന്നി റാളിയ വഇൻ കുൻതി അലയ്യ ഗദ്ബ. എന്താ ആയിഷ, നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് ഇഷ്ടമാണെങ്കിലും ഒക്കെ എനിക്കത് ശരിക്കും മനസ്സിലാവും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി അമർഷം കാണിച്ച രംഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ദാമ്പത്യത്തിൽ ഇത്തരം ചില സ്വാഭാവികതകൾ വരാം, മനുഷ്യരെന്ന നിലക്കുള്ള സ്വാഭാവികതകൾ വരാം. അങ്ങനെ വരുന്ന സ്വാഭാവികതകളെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കല്ല വേണ്ടത്. അപ്പൊ പ്രവാചകൻ അവരെ ട്രീറ്റ് ചെയ്യാണ്, ചികിത്സിക്കുകയാണ്. എന്താ പറയണത്? ഇന്നീല ആലമു ഇൻകുൻതി അന്നി റാളിയ, നീ എന്നെ കുറിച്ച് തൃപ്തയാണെങ്കിൽ എനിക്ക് മനസ്സിലാകും. വഇൻകുൻതി അലയ്യ ഗളുബ, നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും മനസ്സിലാകും. അപ്പൊ ചോദിച്ചു അവര്, വകൈഫ തഅലമു ദാലിക, നബിയെ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുക? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാ, അമാ ഇദാ കുൻതി റാളിയതൻ ഫഇന്നകി തഖൂലീന, അമാ ഇൻ കുൻതി റാളിയതൻ, നീ എന്നെ കുറിച്ച് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ, സംതൃപ്തി ആണെങ്കിൽ നീ പറയാ എന്താണെന്നറിയോ? ലാ വറബ്ബി മുഹമ്മദ്, ലാ വറബ്ബ മുഹമ്മദ്, മുഹമ്മദിന്റെ, റസൂലുള്ളാന്റെ, എൻ്റെ പ്രിയതമനായ ഞങ്ങളുടെ പ്രവാചകനായ ആ മുഹമ്മദ് റസൂലുള്ളാന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്നാ നീ പറയാം. അല്ല നിനക്ക് ഇഷ്ടമല്ലെങ്കിലോ, വഇൻ കുൻതി ഗളുബ, നീ കോപിഷ്ടയാണെങ്കിലോ, ഖുൽതി എന്ന് പറയും, ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ റബ്ബാണ് സത്യം എന്ന് പറയും. അപ്പോ ആയിഷ ബീവി കൊടുത്ത മറുപടി, നഅം മാ അഹ്ജുറു ഇല്ല ഇസ്മക്, നബിയെ ഞാൻ നിങ്ങളുടെ പേരൊന്നും മാറ്റിയെന്നല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളെ മനസ്സിൽ എനിക്കൊരു വിഷമമില്ല, എനിക്ക് ആ പേര് ഞാനൊന്ന് മാറ്റി എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോ
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം പ്രിവിലേജുകളുള്ള ഒരാളാണ്. ആ രാജ്യത്തിൻ്റെ ഭരണകർത്താവാണ്, ആ സമൂഹത്തിൻ്റെ ആത്മീയ നേതൃത്വമാണ്, ആ ജനതയുടെ എല്ലാ ഭാരങ്ങളും ഏറ്റേണ്ടി വരുന്ന ഒരാൾ. എന്തെല്ലാം ലോഡ് എടുക്കണം, എന്തെല്ലാം പ്രശ്നങ്ങൾ എടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഓരോരുത്തരുടെയും പ്രശ്നത്തിന്റെ സൊല്യൂഷന് പ്രവാചകന്റെ അടുത്താണ് വരുന്നത്. നമ്മളെടുത്ത് ഒരു 10 ആവശ്യമായിട്ട് ഒരാൾ വിളിച്ചോക്കണ്ട സഹോദരന്മാരെ, അതിൻ്റെ ഒരു അവസ്ഥ അറിയണേ. പൈസന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു, പൈസ വെച്ച് വിളിക്കണമല്ല. പിന്നെ അതൊന്ന് ശരിയാക്കി തരുമോ, ഇതിലൊന്ന് ഇടപെട്ടരോ, ഇങ്ങനെ. അത് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഫേസിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഫിസിക്കലായി ഒന്നും ചെയ്യേണ്ടി വരില്ല, സാമ്പത്തികമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. ഒരാൾക്കൊരു ഗൈഡൻസ് കൊടുത്താൽ മതിയാകും. പക്ഷേ ആളുകളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തുമാത്രം വലിയ ദൗത്യമാണ്. അതേ സമയത്ത് യുദ്ധങ്ങൾ നയിക്കണം. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം വാപ്പിയും സ്വന്തം ജ്യേഷ്ഠനൊക്കെ അപ്പുറത്ത് നിൽക്കണത്, അവരോട് യുദ്ധത്തിന് പോകണം. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹത്തിന്റെ ഭാര്യമാര് പ്രതികരിച്ചപ്പോഴുണ്ടായ പ്രതികരണങ്ങളെ പ്രവാചകൻ കൈകാര്യം ചെയ്ത രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്നത്. വളരെ കൃത്യമായി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ വേറെയും രംഗങ്ങൾ കുറേ ഉണ്ട് അല്ലേ. ഖദീജ ബീവിന്റെ അയൽവാസി പറഞ്ഞു, ഞാൻ നബിന്റെ വീട്ടിൽ നിന്ന് ആകെ ഒരു തവണ മാത്രമേ ഒച്ചത്തിൽ സംസാരിക്കുന്നുള്ളൂ. ഉറക്കെ നബി ഖദീജ ബീവിയോട് ലൗഡായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഒറ്റ തവണയെ കേട്ടിട്ടുള്ളൂ. നമ്മളെ അയൽപക്കമൊക്കെ ഒന്ന് ചിന്തിക്കുക, നമ്മളെ വർത്താനോ നമ്മളെ അയൽപക്കവും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ചിന്തിക്കുക. നമ്മളെ അയൽപക്കത്തോരും നമ്മളെ മക്കളും പേരക്കുട്ടികളൊക്കെ നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയാം? വെറുതെ ചിന്തിച്ചു നോക്കുക. അപ്പൊ എന്താ കേട്ടെ? ഖദീജ അത് ലാത്തയാണ്, ഖദീജ അത് ഉസ്സയാണ്, ലാത്തയാണ് ഉസ്സയാണ്, ഇതാണ് കേൾക്കണ പുറത്തേക്ക്. അത് മാത്രമേ പുറത്തേക്ക് കേൾക്കുള്ളൂ. അപ്പൊ എന്താ? അവിടെ ഒരു ആശയപരമായ വിഷയമാണ് ചർച്ച. ദാവാ രംഗത്ത് എന്താ വിഷയം എന്നുള്ളതൊന്നും ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, എന്റെ വായനയിൽ പെട്ടിട്ടില്ല, ഉണ്ടാകാം കേട്ടോ. എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തായിട്ട് ഇറങ്ങിയതല്ലേ. അപ്പൊ ഖദീജ ബീവിയാണ് എല്ലാ സപ്പോർട്ടും കൊടുക്കണേ, എല്ലാ സപ്പോർട്ടും. എങ്ങനെ? കയറി വരുമ്പോ പനിച്ച് വിറച്ച് അസ്വസ്ഥനായി വരുന്ന പ്രവാചകൻ അരികിലേക്ക് ചേർത്തിട്ട് എന്താണ് അല്ലേ, ഒരു പൊരുവെയിലത്ത് തളർന്ന അവശനായി വരുന്ന ഒരു മനുഷ്യൻ, ദാഹാർത്തനായ ഒരു മനുഷ്യന് കിട്ടണേ ഒരു ഗ്ലാസ് വെള്ളത്തെക്കാളും മനോഹരമായ മറുപടിയാണ്, വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ. നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കൂല, ഒരിക്കലും നിങ്ങളെ അപമാനിക്കൂല. എന്നിട്ട് ഓർമ്മിപ്പിക്കാൻ, ഇന്നക ലതസ്ലു റഹിം, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം വഹിക്കുന്ന ആളാണ്. നിങ്ങളെ കാലത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇടപെടുന്നയാളാണ് ഒക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്താ? ജിബ്രീലിനെ കണ്ടിട്ട് 600 ചിറകുള്ള ജിബ്രീലിനെ കണ്ടിട്ട് ജിബ്രീൽ ചേർത്ത് പിടിച്ച് അമർത്തി വിട്ടു. ഇഖ്റ എന്ന് പറഞ്ഞ് ഓദിപ്പിച്ചു അല്ലേ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇതും കൊണ്ടാ വരുന്നത്. ആദ്യത്തെ 5 ആയത്തും കൊണ്ടാ വരുന്നത്. ദഅവത്തിന്റെ ഉത്തരവാദിത്വം കൊണ്ടാ വരുന്നത്. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഇത് മാത്രമല്ല ചെയ്ത്, എന്തേ മനുഷ്യ അങ്ങക്ക് പറ്റി, ആവശ്യമില്ലാതെ ഓരോ സ്ഥലത്ത് പോയി ഇരുന്നിട്ടല്ലേ എന്നൊന്നും ചോദിച്ചില്ല അല്ലേ. സൗർ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് ഈ വെളിപാട് വരുന്നത്, വഹി വരുന്നത്. പ്രവാചകൻ ജിബ്രീലിനെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്നതല്ല, മറിച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ അവിടെ പോയത്? ഈ പറയുന്ന സമൂഹത്തിന്റെ തിന്മകളിൽ മനസ്സും അടുത്ത് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് പടച്ചവനോട് സംസാരിക്കാൻ പോയതാണ്. അപ്പോഴാണ് എന്ത് ചെയ്യണത്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം കിട്ടുന്നത്. അപ്പൊ നമ്മളെ നാട്ടും പുറത്തൊരു സ്ത്രീ നിങ്ങൾ എടുത്തു നോക്ക്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നിങ്ങൾ മലമി അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് ഓരോ അടങ്ങാറുണ്ടാക്കിയിട്ടുണ്ട് വരും. ഇതൊക്കെ ഞാൻ നോക്കല, അവിടെ കടന്നോളി എന്നറിയും അല്ലേ. പനിച്ച് കിടക്കുമ്പോ അതായിരിക്കും പൊതുവെ. എന്തൊക്കെ സംഭവിച്ചു വന്നതാണെങ്കിലും ആ മൊമെന്റിൽ അങ്ങനെയല്ലല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. അവര് നേരെ എന്താ ചെയ്തത്? ആശ്വസിപ്പിച്ചു. നേരെ വേദപണ്ഡിതനായ ഒരു വ്യക്തിന്റെ അടുത്ത് കൊണ്ടുപോയി, ബൈബിൾ അറിയുന്ന, തോറ അറിയുന്ന ആ വ്യക്തി പ്രവാചകന്റെ ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോ ഞാൻ എൻ്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ശരിയായ സംഭാഷണം വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ശൈലിയും അതിൻ്റെ രൂപമൊക്കെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 3 തരം വ്യക്തികളുണ്ടാവും. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഒരുപാട് ആക്കുള്ള പരിഹാരമാണ് കേട്ടോ. ഇന്നലെ ഞാൻ കണ്ട സുഹൃത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെയും 14 കൊല്ലമായിട്ടുള്ള പ്രശ്നം എന്താ അറിയോ?
അവർക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളും ചിലപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 3 തരം രീതി ഉണ്ടാകും. ഒന്നെന്താണ്? ഒന്നെന്ന് പറയുന്നത്, ചില ആളുകൾക്ക് ഒരു കാര്യത്തിലൊരു കേൾവി മാത്രം മതിയാകും. വർത്താനം കൊണ്ട് മാത്രം കാര്യങ്ങളൊക്കെ മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാകും. വർത്താനങ്ങൾ കിട്ടിയാൽ തന്നെ എന്താ ഓക്കെ, ഗുഡ്, വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെ ആയിരിക്കും. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മതിയാകൂല. അവർക്ക് അവരുടെ ശമനത്തിന് കാഴ്ചയും കേൾവിയും കൂടിയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഉദാഹരണ സഹിതം പറയാം. മൂന്നാമത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാഴ്ചയും കേൾവി അത്ര പ്രധാനമാവില്ല. അവർക്കൊരു ടച്ചിങ്ങും ഒരു അടുത്തുള്ളൊരു സാമീപ്യമൊക്കെ പ്രധാനമായിരിക്കും. ഇത് നമ്മളെ മക്കളുടെ ഇടയിലും ഇതേ കാര്യം ഉണ്ടാവും കേട്ടോ. മക്കളുടെ ഇടയിലും ഇതേ കാര്യം ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണം പറയാം. ഇപ്പൊ ഭാര്യ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയാൽ ചില ആളുകൾക്ക് ഭാര്യനോട് എടി നല്ല ഫുഡാണ്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് ഭയങ്കര ആശ്വാസമായിരിക്കും. ഭർത്താവ് നല്ലൊരു ഡ്രസ്സ് കൊണ്ടുവന്ന് വരുമ്പോൾ അതിൽ ഇടത്തെ ഭാഗത്ത് 2 പുള്ളി വേണ്ടിയില്ല, വലത്തെ ഭാഗത്ത് 3 പുള്ളി വേണ്ടിയിരുന്നു. ഇങ്ങനെയാണ് നമ്മളെ പെണ്ണുങ്ങൾ തുടങ്ങുക. ഇതൊക്കെ പറയാൻ ഒരു കുഴപ്പമില്ല. സാൻഡ്വിച്ച് തിയറി എന്നാ സാധാരണ പറയാം. സാൻഡ്വിച്ച് തിയറി എന്താ? സാൻഡ്വിച്ചിന്റെ മേലെ ഉണ്ടാകും ഒരു സാധനം, അടിയിലുണ്ടാകും ഒരു സാധനം, മർമ്മം കിടക്കണ ഉള്ളിലേക്കാണ്. അപ്പൊ ആദ്യം നമ്മളിങ്ങനെ ഏത് കാര്യത്തെ മക്കളോടാണെങ്കിലും സ്റ്റുഡൻസിനോടാണെങ്കിലും നമ്മളുടെ ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഒക്കെ പറയുമ്പോൾ ഒരു വിമർശനം പറയണതിനൊരു ശൈലിയുണ്ട്. ഈ ചില ആളുകൾ ഞാനൊക്കെ തുറന്നു പറയുന്ന ആളാണ് അറിയും, ഭയങ്കര സംഭവം തന്നെ ഞങ്ങള്. പക്ഷെ തുറന്നു പറയണതിനൊരു രീതി ഉണ്ട് കേട്ടോ. തുറന്നു പറയണതിനൊരു രീതി ഉണ്ട്. മനുഷ്യൻ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായിട്ട് ചില പ്രതികരണമൊക്കെ വരും. അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് ശരിയാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ മൈക്ക അവിടെ ഇങ്ങനെ കരപര എന്ന് പറയണം. അപ്പൊ എനിക്ക് വേണേ എന്ത് പറയാം, എന്ത് മയക്കണത് അങ്ങനെ പറയാം അല്ലേ. പിന്നെ വേറൊന്നും വേണമെങ്കിൽ പറയാം, എന്ത് മൈക്കെന്നപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട് സംഭവം, നമുക്ക് അടുത്ത ആഴ്ച ശരിയാക്കണം. ഇതിന്റെ രണ്ടിന്റെയും തുല്യ ഇതിപ്പോ അവിടെ ഒച്ചിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേറെ വല്ല മൈക്കും കിട്ടുമോ? വേറെ മൈക്കൊന്നും കിട്ടൂല. പിന്നെ അതിന്റെ ചാർജുള്ള ആളവിടെ വേദനിക്കും. ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ കൊണ്ടെടുക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവസാനം എല്ലാവരും വിരല് ചൂണ്ട ഓല നേരെയാണ് അല്ലെ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു സംവിധാനങ്ങളുടെ ചാർജിലിരിക്കുമ്പോണ്ടാണ് സംഗതിയാണത്. അപ്പോ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വാക്ക് മതിയാകും. മിക്കവാറും ദാമ്പത്യത്തിലൊക്കെ ഈ വാക്കുപോലും സംഭവിക്കണില്ല എന്നുള്ള പ്രശ്നം. ഈ വർത്തമാനം പോലും സംഭവിക്കണില്ല. ഈമാനിന്റെ ഒരു പരിപാടിയായിട്ടാണ് പല ദാമ്പത്യവും അങ്ങനെ പോണത്. ഈമാനിന്റെ ഡിവോഴ്സ് കേസസ് എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി താരതമ്യേന അതിൽ കുറവാണ്. ഇപ്പൊ ഡിവോഴ്സ് എന്നുള്ളത്, ബന്ധവിച്ഛേദം എന്നുള്ളത് നിലവിൽ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു കാലത്താണ് ഉള്ളത്. അതിന്റെ ക്യാമ്പയിനാണ് നടക്കുന്നത്. നോട്ടോക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോരടോ, വെറുതെ എന്തിനാ. എന്നിട്ട് ഈ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാവരും കൂടി ടൂർ പോകുന്നു, എന്നിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ഡാൻസും പാട്ടും പരിപാടിയൊക്കെ കൂടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇറങ്ങിപ്പോരാനുള്ള പ്രചോദനമാണ് പൊതുവെ കൊടുക്കുന്നത്. നിങ്ങൾ സെറ്റിലാകണം, സെൽഫ് സെറ്റിലാകണം, നിങ്ങൾക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റണം. ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറെ ആൾക്കാർ ഇപ്പോഴും ദാമ്പത്യത്തിൽ തുടരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? 3 തരം പ്രകൃതങ്ങൾ വ്യക്തികൾക്കിടയിലുണ്ട്. നമ്പർ വൺ വാക്ക് മതിയാകും. 2 വാക്ക് മതിയാവില്ല. വാക്കിന്റെ കൂടെ അതൊന്ന് അതിനൊരു വിസിബിലിറ്റി കൊടുക്കേണ്ടി വരും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കാഴ്ച കൂടി വേണ്ടി വരും അതിന്. 3 അത് മതിയാവില്ല. ഒരു ചേർത്ത് പിടിക്കലും ഒരു ടച്ചിങ്സും ഒക്കെ വേണ്ടി വരും കേട്ടോ. അപ്പൊ 3 ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒന്നാമത്തത് ഭാര്യനോട് പറയാം, നല്ല അടിപൊളി ഫുഡാണ്, സൂപ്പർ ആയിട്ടുണ്ട് നിന്റെ ഫുഡ്, നല്ല ഗംഭീര ഫുഡായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവര് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്കിടെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊന്നും പറയില്ല. ഇതിപ്പോ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ആഴ്ച ഇതൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ആഴ്ചയാണ് കേട്ടോ. എന്റെ ബാപ്പാനെ കൊണ്ട് കൈ ഉയർത്തിപ്പിക്കാൻ പറ്റില്ലല്ലോ, മോശല്ലേ. ഭാര്യനോട് കഴിഞ്ഞ 6 മാസത്തിന്റെ ഇടക്ക് എടി എനിക്ക് ഇഞ്ഞ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞോളന്ന് കൈയൊന്നിച്ചാണ്. എന്തിനാ നിങ്ങൾ ചമ്മൽ ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് കൈയൊന്നിച്ചോളി. ഞാൻ പറയലുണ്ട്, എന്റെ പെണ്ണുങ്ങൾ അപ്പുറത്തുണ്ടല്ലോ, ഹസൻത് ഷാജിക്ക് പറയലുണ്ടെന്ന് പറഞ്ഞത്. ഇതൊരു പ്രശ്നമാണ്. തിരിച്ച് ഭർത്താവിനോടും അല്ലെ, തിരിച്ച് ഭർത്താവിനോട് ഇവിടുന്ന് കൈയൊന്നിച്ച കാണുമല്ലോ. ഒന്ന്
ഇവിടെ നമ്മൾ മമതാക്കുൻ്റെ അവിടെ ഒരു ക്ലാസ് ഉണ്ട്, കുടുംബം മനോഹരമാവാൻ എന്നുള്ള വിഷയമാണ് ഞാൻ എടുത്ത്. ഞാൻ മൊത്തം പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഭാഗം ഒഴിവാക്കി ബാക്കി അവിടെ പറയാമെന്നാണ് വിചാരിച്ചത്. നമ്മളൊരു ക്ലാസ് ഉണ്ട് അവിടെ മഗ്‌രിബിന് ശേഷം. അപ്പോ ഞാൻ പറഞ്ഞത് ഒന്നാമത് മതി. രണ്ടാമത് ഈ കാഴ്ചക്ക് പ്രാധാന്യമുള്ള ഒരു ലേഡി ഇല്ലേ, അവർക്ക് എന്തേക്കാരും വേണ്ടി അറിയും, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഹേർട്ടിന്റെ ചിഹ്നങ്ങൾ വാട്സപ്പ് അയച്ചാൽ ഈ പറയുന്നതിലേറെ വലിയ സംഭവം അവർക്ക് അതേക്കാരം. നിങ്ങളിത് പറയുമ്പോൾ ഒന്നും ഫീൽ ചെയ്യൊന്നുമില്ല, ഭയങ്കര ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നീ എൻ്റെ പകുതിയാണ് ഡി, ഐ ലവ് യു എന്ന് വെറുതെ ഒന്ന് ഒരു ടെക്സ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ശരിക്കും ഭയങ്കര ചാർജാവും. തിരിച്ചാണും അങ്ങനെ തന്നെയാണ്, പെണ്ണിന് മാത്രം ബാധകമല്ലതൊന്നും. എന്നാൽ മൂന്നാമത്തെ ഒരാൾക്ക് വേണ്ടത് അതൊന്നും ആവില്ല. നമ്മൾ ഓരോന്ന് ഹഗ് ചെയ്യായിരിക്കും വേണ്ടത്, ഒന്ന് ആലിംഗനം ചെയ്ത് പോരലായിരിക്കും വേണ്ടത്. ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. നമുക്ക് നമ്മുടെ മക്കളെ മുന്നിൽ നിന്ന് നമ്മളൊരു ഒരു ഇടപെടൽ നടത്തുമ്പോൾ അതിൻ്റെ രൂപം ഉണ്ടാവും, മനസ്സിലായില്ലേ? അതൊരു പ്രൈവറ്റ് സ്പേസിലുള്ളത് പോലെ ആവില്ല. പക്ഷെ എൻ്റെ വാപ്പയും അമ്മയും ഓക്കെയാണ്, അവരെ മുന്നൊരു പ്രശ്നമല്ല എന്നത് മക്കൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സ്പേസും കൂടിയാണത്. എൻ്റെ വീട്ടിൽ ഇതൊക്കെ പറയാവുന്നൊരു വീടാണ് എന്നൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ? ഭർത്താവ് ഒരു വർത്താനത്തിന്റെ ആളേക്കാരം, ഭാര്യ ഒരു 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 എന്താണ് ഒരു കാര്യം ചെയ്തു തന്നതിന് ഒരു താങ്ക്സ് എന്നുള്ളതിനെ വലിയ സംഭവമായിട്ട് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടുന്ന ടൈപ്പായിരിക്കും അവര് ഭർത്താവ്. ഭാര്യ എന്ന് പറയുന്നത് ഓക്ക് താങ്ക്സ് വേണ്ട, ഓക്ക് മെസ്സേജ് വേണ്ട, ഓക്ക് ഓളൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ഒരു ഒറ്റയടി പുറത്ത്, നല്ല അടിപൊളിയാണല്ലോ എൻ്റെ ഫുഡ്, അത് മതിയാവും. ഈ രണ്ട് എൻ്റെ നിൽക്കുന്ന ആൾക്കാരെ തമ്മിൽ ഭയങ്കര ക്ലാഷ് ആയിരിക്കും. എനിക്കൊരു നല്ല ലൈഫ് അയാൾ തരുന്നില്ല, അതായിരിക്കും അവരുടെ മനസ്സിൽ ഫുൾ ഉണ്ടാകുക. അതാണ്. ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റണില്ല അല്ലേ? ഒഴിഞ്ഞിരിക്കേണ്ടതിന് പകരം ഒഴിഞ്ഞെന്നെ ഇരിക്കണം, വേറെ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ഒഴിഞ്ഞിരിക്കേണ്ടതിന് പകരം വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതന്നെ കിട്ടേണ്ടതുണ്ട്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ട്. ലോകത്തെ ഏറ്റവും റൊമാൻറ്റിക് ആയ ഹസ്ബൻഡ് ആരാ? അള്ളാഹുവിന്റെ റസൂലാണ്. ലോകത്തെ ഏറ്റവും എന്താ പറയാ ഏറ്റവും ഒബീഡിയന്റ് ആയ ഭാര്യമാരാരാ? പ്രവാചകന്റെ ഭാര്യമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി കടിച്ച കോഴിക്കുറകൾ പിടിച്ചു വാങ്ങുന്നുണ്ട്, ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി കടിച്ച കോഴിക്കാലാണ് വാങ്ങിയിട്ട് ഒരു കടി കൊടുക്കണതാണ്, കടിച്ച അതേ ഭാഗത്ത്. എന്താ അതിന്നൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് എടുക്കാണ്ട്. പ്രവാചകൻ ലോകത്തിന്റെ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാത്തരം ജീവിതങ്ങളെയും അഡ്രസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് സംസാരത്തെ ഒന്നുകൂടി, നമ്മുടെ വീടന്തരീക്ഷത്തിലെ സംസാരങ്ങളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കെയറിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഭർത്താവിനും ഭാര്യക്കും രണ്ടാൾക്കുള്ള കെയറിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കുറച്ച് കാര്യങ്ങളിൽ. ആ കെയറിങ് എന്ന് പറയുന്ന സംഭവം ശരിക്ക് രണ്ടു കൂട്ടരും പാലിച്ചാൽ തന്നെ പിന്നെ എവിടെ പിണങ്ങിയാലും ഒരു പ്രശ്നമല്ല. ഉദാഹരണം, ഭർത്താവ് വരുന്ന സമയത്ത് എന്ത് തിരക്കാണെങ്കിലും ആ വാതിൽ തുറന്നു കൊടുക്കാൻ ചെന്ന് ആ ബാഗ് വാങ്ങി വെച്ച്, അല്ലേ? പുതിയ ജനറേഷൻ പഠിക്കണ ഭാര്യ എന്ന് പറയുന്നത് അങ്ങനത്തെ ഭാര്യയല്ല. ഞാനിപ്പോൾ നാളെ യൂട്യൂബിലൊരു ഡിസ്കഷൻ കണ്ടു. ആ ഡിസ്കഷനിലുള്ളത് വളരെ പ്രസിദ്ധനായൊരു ഗായകൻ ഭാര്യയെക്കുറിച്ച് പാടിയൊരു പാട്ട്. ആ പാട്ടിനെ വിലയിരുത്തിയിട്ട് അത് പുതിയ കാലത്ത് അത് അശ്ലീലമാണെന്നാണ് പറഞ്ഞത്. എന്താണ്? വരുമ്പോ വീടിന്റെ വാതിൽക്കൽ ഭർത്താവിനെ കാത്തിരിക്കണ ഭാര്യനെ കുറിച്ചാണ് പാട്ടിലെ വരികൾ. പിന്നെ വരിയൊന്നും ഓർമ്മയിൽ വരുന്നില്ല, അതാണ് വരികൾ. അപ്പൊ ആ വരി എന്താണ്? ഒരു പെണ്ണ് അങ്ങനെ ആകണ്ടോളല്ല, ഭർത്താവിനെ എങ്ങനെ കാത്തു നിൽക്കണ്ടോളല്ല, അല്ലേ? ഇതാണ് ഡയലോഗ്. ഇതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ പോകാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് പൊതുവെ ഇന്നത്തെ സമൂഹത്തിലെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പോണത്. നേരെ തിരിച്ച് ഭർത്താവ് വരുമ്പോ, ഭർത്താവ് പോകുമ്പോ, ഉറങ്ങാൻ കിടക്കുമ്പോ, അല്ലേ? അതേപോലെ തന്നെ ഭാര്യന്റെ പീരീഡ്സിന്റെ സമയത്ത്, അവർക്ക് ശാരീരികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പരസ്പരം ഇടപെട്ടും സഹകരിച്ചും ഒക്കെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ഇതേപോലെ എന്തും പറയാനുള്ള ഒരവസ്ഥ യഥാർത്ഥത്തിൽ എനിക്കുണ്ട് എന്ന് വരണം. ശരിക്ക് അതുണ്ടോന്ന് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തണം. ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും എന്തും പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാവുന്ന ഒരു അന്തരീക്ഷം, ഏത് രീതിയിലും വേണമെങ്കിലും നമ്മളോട് ഇടപെടാവുന്ന ഒരു അന്തരീക്ഷം,
അങ്ങനത്തെ ഒരു സേഫ്റ്റി മോഡ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃത്യമായി റസൂൽ പഠിപ്പിച്ചു, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലിഖൻ റളിയ മിൻഹാ ഉഖ്റ. എന്താ, ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയെ എന്ത് ചെയ്യരുത്? ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന, തല്ലുന്ന, പിണങ്ങുന്ന, പബ്ലിക്കിൽ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. എന്നിട്ട് പറയാണ്, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, നിനക്ക് അവളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ റളിയ മിൻഹാ ഉഖ്റ, വേറൊരു പോയിന്റിൽ നിനക്ക് സന്തോഷിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ. ഒരു പോയിന്റിൽ നിനക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ടാകും, ആ പ്രശ്നം അവിടെ ഉണ്ടായിരിക്കെ തന്നെ വേറൊരു പോയിന്റിൽ അവൾക്ക് അവളുടേതായ ചില പോസിറ്റീവുകൾ ഉണ്ടല്ലോ, ആ പോസിറ്റീവുകളെ നീ എടുക്കാൻ തയ്യാറാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. തിരിച്ച് പുരുഷന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. പുരുഷന്റെ കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ, ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവിൽ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അയാളിലുള്ള കുറെ പോസിറ്റീവുകൾ ഉണ്ട്. എന്നാൽ രണ്ടു ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, ഉദാഹരണം, ദാമ്പത്യം നിർവഹിക്കപ്പെടുന്നില്ല, ഒരു ബെഡ്റൂം നിർവഹിക്കപ്പെടുന്നില്ല, ഇങ്ങനെ നീണ്ടകാലം അങ്ങനത്തെ ഒരു ശേഷിയില്ലാത്ത ആളാണ് ഇണകളിൽ ഒരാൾ. അതൊരിക്കലും സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല. അവിടെ ഇസ്ലാമികമായി വേർപിരിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, വേർപിരിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വേഗം വേർപിരിയാന്നുള്ളിടത്തേക്കല്ല, ഒരു മൂന്നാം കക്ഷി ഈ വിഷയത്തിൽ സംസാരിക്കുക എന്നുള്ളിടത്തേക്കാണ്. നമ്മളെ നാട്ടിലൊക്കെ എപ്പോഴും മൂന്നാം കക്ഷി എപ്പോഴാണ് സംസാരിക്കുക? മൊത്തം കലങ്ങിന്റെ ശേഷം മൂന്നാം കക്ഷിയുടെ മുന്നിൽ പറയാനുണ്ടാകുക ആ കേസല്ല, കേസ് കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടാകുക. അതിലെല്ലാവരും കക്ഷി ചേർന്നിട്ടുണ്ടാവും, വാപ്പ ചേർന്നിട്ടുണ്ടാവും, ഉമ്മ ചേർന്നിട്ടുണ്ടാവും, എളാപ്പ ചേർന്നിട്ടുണ്ടാവും, എല്ലാവരും വക പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കൂടിച്ചേരാനുള്ള തടസ്സം എന്തായിരിക്കും? കൂടിച്ചേരാനുള്ള തടസ്സം ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പെൺകുട്ടികൾ, കെട്ടിക്കാനായ പെൺകുട്ടികളുള്ള ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ സിആറിലൊക്കെ വരുന്ന കുട്ടികൾ പറഞ്ഞത്, ഇപ്പൊ കല്യാണം കഴിക്കാനായ ഒരു 2-3 വർഷം കൊണ്ടൊക്കെ കല്യാണം കഴിക്കാനായ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ രക്ഷിതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ അവരുടെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബേജാറാണ്ട. ഒരു സിആറിക്ക് വരുന്നിടത്തോളം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓപ്പണായി അവരോട് പറയും, കൃത്യമായി പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ധാരണ വേണം, ഉള്ളിൽ ഇങ്ങനത്തെ ചില കൃത്യമായ ധാരണകൾ വേണം ഓരോന്നിലും ഇടപെടുമ്പോൾ. അതേപോലെ ആൺകുട്ടികളുടെ കാര്യത്തിലും കൃത്യമായി എന്ത് ചെയ്യണം, അവരോട് എന്ത് പറയണം, ഓരോ ഘട്ടത്തിലും പറയേണ്ടത് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കി ഇടപെട്ട് പോകണം. മറ്റൊരു കാര്യം, നമുക്കൊരാളോട് നന്നായി പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴാണ് ആ പ്രതികരണം യഥാർത്ഥത്തിൽ ഉണ്ടാവാതിരിക്കേണ്ടത്. നമ്മൾ പ്രതിയല്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ലൈസ ശദീദു ബിസുറാ, ഒരിക്കലും ഗുസ്തി മത്സരത്തിൽ ജയിച്ചെടുക്കുന്നവനല്ല, വിജയിക്കുന്നവനല്ല യഥാർത്ഥത്തിലുള്ള വിജയി. മറിച്ച് ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപത്തിന്റെ സമയത്ത് ആ കോപത്തെ നിയന്ത്രിക്കുന്നവനാണെന്നാണ്. കോപത്തിന്റെ സമയത്ത് ആ കോപത്തെ നിയന്ത്രിക്കുന്നവനാണ്. അപ്പോ നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുമെന്ന് തോന്നണേ, പ്രതിക്രിയ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സ്പേസിലാണ് നമ്മൾ അടങ്ങേണ്ടത്. അപ്പോ കൃത്യമായിട്ട് പറയാം, ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ആളുകളോട് ഡിസ്കസ് ചെയ്തേ പോകാവൂ. നമ്മളെ പേരിൽ ഇങ്ങനെ ഉണ്ടെന്നൊന്നും പറയണ്ടല്ലോ, ഇങ്ങനെ ഒരു വിഷയമുണ്ട് നമ്മളൊരു ബന്ധത്തിൽ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നാൽ ആ വിഷയത്തെപ്പറ്റി ധാരണ ഉള്ളവരോട് നമുക്ക് ചോദിക്കാൻ പറ്റണം. അല്ലാതെ എന്ത് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. സംഭാഷണത്തിന് കൂടുതൽ സൗന്ദര്യം നൽകുക. കുടുംബത്തിൽ കൂടുതൽ കുളിർക്കാറ്റ് പരക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ദീനിയായ പഠനം എന്നത് ഒരു വെള്ളിയാഴ്ചയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോണ ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോൾ പറയുന്നൊരു കാര്യമാണെന്ന് വീണ്ടും പറയുന്നത്. വെള്ളിയാഴ്ച കുറേ നമ്മൾ വന്നിരിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു എന്നതിലുപരി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദീന് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ദീന് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും നല്ല പരിചയമുള്ളൊരു വഴിയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും, ഒരു കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല പരിചയമുള്ള നല്ല വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും, വണ്ടിക്കൊരു കേടുണ്ട്
എപ്പോൾ വേണമെങ്കിലും എൻ്റെ ടയർ പൊട്ടാം, എപ്പോൾ വേണമെങ്കിലും എൻ്റെ എഞ്ചിൻ തകരാറാകാം. അതും നല്ല കുണ്ടും കുഴിയുള്ളൊരു ഒരു വഴി, അതും നമുക്ക് പരിചയമല്ല, അതും ഇരുട്ടത്ത്, ലൈറ്റ് കുറവ്. ആ വണ്ടി ഓടിക്കുമ്പോഴുള്ള വ്യത്യാസമല്ലേ, ആ വ്യത്യാസമാണ് ദീനിൽ ഓരോ കാര്യം ഇങ്ങനെ മനസ്സിലാക്കി പോകുമ്പോൾ ഉള്ളത് കേട്ടോ. വളരെ പ്രമുഖനായ നമ്മുടെ ഒരു പ്രഭാഷകന്റെ കൂടെ ഒരു യാത്രയിൽ ജിദ്ദയിൽ നിന്ന് ഉംറക്ക് പോവുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തുള്ള വളരെ പണ്ഡിതനായ ഒരു മനുഷ്യന്റെ മോന്, അദ്ദേഹം അടുത്ത കാലത്ത് തൗഹീദിലേക്ക് വന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, 30 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. 30 കൊല്ലത്തിൻ്റെ ഇടക്ക് എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമുക്ക് കിട്ടിയ ജീവിതം കഴിഞ്ഞ 30 കൊല്ലവും കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഉഷാറാകുമായിരുന്നു. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമ്മൾ പിണങ്ങിയിട്ടില്ല, നമ്മൾ തെറ്റിയിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ 27 കൊല്ലത്തിൻ്റെ ഇടക്ക് പലതവണ തെറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു, പലതവണ സംസാരം നടന്നു, പലതും ഉണ്ടായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആ പണ്ഡിതൻ ചോദിച്ചു, അതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്കഷൻ, നമ്മളെ പീസ് റേഡിയോയിൽ സ്നേഹക്കൂട് എന്നുള്ള പേരിലൊരു ചർച്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്ന കാലമാണ്. അപ്പോൾ ഞാനും ഈ പറയുന്ന വ്യക്തിയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ചർച്ച ഞങ്ങൾ തുടർച്ചയായി കേട്ടത് മുതൽക്കാണ് ഒരു ഭാര്യനോടുള്ള ഭർത്താവിൻ്റെ കടമ എന്താണ്, ഒരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമ എന്താണ് എന്നതൊക്കെ ശരിക്ക് തിരിച്ചറിയണതും മനസ്സിലാക്കണതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ നേരെ ചോദ്യമായിട്ട് അയക്കും, അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. അപ്പൊ ദീന് ഉൾക്കൊണ്ടറിഞ്ഞു പോകുമ്പോൾ നമ്മളെ ഭാര്യയ്ക്ക് ഇനി എത്ര ചൊറുക്കില്ലെങ്കിലും, നമ്മളെ ഭർത്താവിന് എത്ര ആരോഗ്യമില്ലാത്ത ആളാണെങ്കിലും, മൂപ്പരം മുടി മൊത്തം നരച്ചു പോയിട്ടുണ്ടെങ്കിലും ഒക്കെ, നമ്മൾ എത്ര കൊല്ലായി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ, നമ്മുടെ സെക്സിനും നമ്മുടെ ലൈഫിനും അതിനൊക്കെ ഒരു പുതിയ രുചി കിട്ടാണ്ട്. ഇപ്പോൾ ഒരാളൊരു ഇന്റർകോഴ്സസിലേക്ക് പ്രവേശിക്കുമ്പോൾ റൂമിലേക്ക് കയറി, ബെഡ്റൂമിലേക്ക് കയറി ലൈറ്റ് അണയുമ്പോൾ അവിടെ ഒരു ഇസ്ലാം ഉണ്ട്. ശരിക്ക് രണ്ടാളും തമ്മിൽ ഒന്ന് ചേരുന്നിടത്ത് കുറച്ച് ഇസ്ലാമിക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ കൃത്യമായി പക്ക പാലിക്കുന്ന ഒരാൾക്ക്, അയാൾ ഇനി എന്ത് ഡയബറ്റിക് ആയിക്കോട്ടെ, അയാൾക്ക് അവിടെ കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു സമാധാനമുണ്ട്. ഞാൻ പറഞ്ഞതിന് ചുരുക്കത്തിലുള്ളൂ, ദീന് നമ്മൾ പഠിക്കണം. ദീന് പഠിക്കാന്നാണ്, ഖുറാൻ പഠിക്കാന്നാണ് എൻ്റെ അർത്ഥം, ഹദീസ് പഠിക്കാന്നാണ് എൻ്റെ അർത്ഥം, വിഷയങ്ങൾ പഠിക്കാന്നാണ് എൻ്റെ അർത്ഥം. ഒരു വെള്ളിയാഴ്ചയിലേക്ക് മാത്രം ചുരുങ്ങരുത്. നമുക്കിവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും അൽഹംദുലില്ലാ എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്ക് ഖുറാൻ ക്ലാസ് ഉണ്ട്. നല്ല ക്ലാസ്സാണ് ഇവിടെ നടക്കുന്ന ക്ലാസ്. ഒരു 3 ക്ലാസ്സിൽ തുടർച്ചയായി പങ്കെടുത്തതിൻ്റെ ശേഷങ്ങൾ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അതെനിക്ക് നിർദ്ദേശിക്കാനുള്ളൂ. സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ പങ്കെടുക്കണം. അതേപോലെ തന്നെ കുട്ടികളുടെ ക്ലാസ് ഇവിടെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ട്. 1 മണിക്കൂർ, ഷാർപ്പ് 1 മണിക്കൂറാണ് ആ ക്ലാസ് ഉണ്ടാവാറുള്ളത്. അതിലേക്ക് നമ്മൾ മക്കളെ പറഞ്ഞേക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ പള്ളിയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഓൺലൈനിൽ നമ്മളെ കേൾക്കുന്ന സുഹൃത്തുക്കൾ കുറേ ആളുകൾ വലിയൊരു സംഖ്യ, അങ്ങനെ തന്നെയാണ് ഞാൻ പറയാം, വലിയൊരു സംഖ്യ അവർ അക്കൗണ്ടിലേക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച സാധാരണ കേൾക്കണ ഒരുപാട് ആൾ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. യൂട്യൂബിലെ വ്യൂസ് ഞാൻ ഈ അടുത്ത ദിവസം ഏറ്റവും നോക്കിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. നല്ലൊരു ആളുകൾ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഖുതുബ ഇവിടെ കേൾക്കണേ, യൂട്യൂബിൽ കേൾക്കണ ആളുകൾ, അവരുടെ അടുത്തുനിന്ന് മാത്രമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണത്, വേറെ അടുത്തുനിന്ന് ഒന്നും വാങ്ങണില്ല. ഈ പള്ളിയുടെ കൺസ്ട്രക്ഷന്, മനസ്സിലായില്ലേ? അപ്പോൾ അതിലേക്ക് 1 ഉറുപ്പ്യാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൈസ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഈ ഒരു 1-1.5 ആഴ്ച കൊണ്ട് വലിയൊരു എമൗണ്ട് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഇടപെടലുണ്ടാണ്. നേരത്തെ ഓഫർ ചെയ്ത ആളുകളൊക്കെ ചെറിയ പൈസ ആക്കിയിട്ട് അതൊന്ന് കൊടുക്കണം. സ്ത്രീകളോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു, നിങ്ങളുടെ അടുത്ത് നല്ലൊരു അസറ്റ് ഉണ്ട്, ഗോൾഡ് നല്ലൊരു അസറ്റാണ്, അതിനെ ജാരിയായ പുണ്യാക്കണം. നമ്മളെ കയ്യുമ്പോൾ കിടക്കുന്നിടത്തോളം അത് നമ്മളെ കയ്യിലെ ഒരു സീനത്ത്, അലങ്കാരം മാത്രമേ ആകുള്ളൂ. മനസ്സിലായില്ലേ? അലങ്കാരം മാത്രമേ ആകുള്ളൂ. അത് നമുക്കുള്ള ജാരിയായ പുണ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. രോഗികളായ ആളുകളുണ്ട്. നമുക്ക് സ്വതക്കയൊക്കെ തന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വല്യമ്മ മരണപ്പെട്ട് ഉമ്മാക്ക് കിട്ടിയ ഓഹരിയിൽ നിന്നാണ് ഒരു പൈസ അതിലേക്ക് തന്നിട്ടുള്ളത്. ആ വല്യമ്മാൻ്റെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തുമുള്ള സ്വർഗത്തിൻ്റെ കാഴ്ചയിൽ ഇടമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മകൾ അങ്ങനെ ചിന്തിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ വളർത്തിയതിനും ഒക്കെ അതിൻ്റെ അർഹമായ പ്രതിഫലം ആ ഉമ്മാക്കും വല്യമ്മാക്കും, അതിൽ പ്രചോദിപ്പിച്ച, ഇവിടെ ഖുത്ബ കേട്ട് വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞ് പ്രചോദിപ്പിച്ച ആ ചെറുപ്പക്കാരനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. വലിയ തുകകൾ തന്നവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അവരുടെ ആ സ്വതക്ക സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഉദ്ദേശിച്ചതിലേറെ വലിയ ലക്ഷ്യത്തിൽ ഈ ഒരു സ്ഥാപനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരുമാറാകട്ടെ.